അവൻ എന്നെ വീണ്ടും കൊല്ലാൻ വരും, പക്ഷേ ചാവാതിരിക്കാൻ ഞാൻ ശ്രമിക്കും. ഈ ഒരു ഡയലോഗ് കുറേ പേർക്കൊക്കെ അറിയായിരിക്കും. എന്നാലും അറിയാത്തവർക്കാണ് ഞാൻ ഈ ഒരു സിനിമ പരിചയപ്പെടുത്തുന്നത്. വെൽക്കം ടു എപ്പിസോഡ് 2 ഓഫ് ഒരു സിനിമ കഥ. 2 കൂട്ടുകാരുടെ കഥ പറയുന്ന ഒരു സിനിമയാണ്. അതേ അടുത്ത കൂട്ടുകാരായവർ ശത്രുക്കളായി മാറുന്നു. ഭാര്യയെ ക്രൂരമായി കൊല്ലുന്നു. അയാൾ സ്വരുക്കൂട്ടി വെച്ച പണമെല്ലാം ആ കൂട്ടുകാരൻ കൊണ്ടുപോകുന്നു. അങ്ങനെ ഈ കൂട്ടുകാരനെ തേടി പോകുന്നതാണ് കഥയുടെ തുടക്കം. ഹീറോ വേറെ ആരുമല്ല, മോഹൻലാലാണ്. അയാളുടെ കയ്യിലൊന്നുമില്ല, ഒരു ചുറ്റാനൊരു പുതപ്പുണ്ട്, കയ്യിലൊരു കത്തിയുണ്ട്. അങ്ങനെ ഒരു അച്ഛനും മകളും മാത്രം താമസിക്കുന്ന ഒരു സ്ഥലത്തേക്ക് നായകൻ എത്തുവാണ്. ഒരു ചിത്രീകരണം എല്ലാം വളരെ റിയലിസ്റ്റിക് ആണ്. ചില സീനുകളിലൊന്നും ഡയലോഗുകൾ തന്നെ ഇല്ല, പക്ഷേ അവരുടെ ആ ഒരു അഭിനയം, ഒരു എക്സ്പ്രഷൻസ് കാണുമ്പോൾ നമുക്ക് മോഹൻലാൽ എത്ര ഗംഭീരമായിട്ടുള്ളൊരു നടനാണ്, ആ നടൻ്റെ കണ്ണുകൾ വരെ അതിനകത്ത് അഭിനയിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതൊക്കെ കൊണ്ട് തന്നെയാണ് ഈ ഒരു സിനിമ നമ്മുടെ മലയാളം ക്ലാസിക് സിനിമകളിൽ ഒരു ഇടം തേടിയതിൽ നമുക്ക് അത്ഭുതപ്പെടാനില്ല. MT സാറിൻ്റെ തിരക്കഥയാണ്. ഭരതൻ സാറാണ് ഇതിൻ്റെ ഡയറക്ഷൻ ചെയ്തിരിക്കുന്നത്. ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആണെങ്കിലും ജോൺസൺ സാറിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറിൽ നമുക്ക് ഭയങ്കരമായിട്ടൊരു ആകാംക്ഷ ഉണ്ടാകും. ഇതെന്താണ് അടുത്ത് സംഭവിക്കുക, എന്താണ് അടുത്ത് നടക്കുക എന്നുള്ളത്. ലാസ്റ്റത്തെ ക്ലൈമാക്സിൽ ആ ഒരു മോഹൻലാലിൻ്റെ ഒരു മാസായിട്ടുള്ളൊരു നടന്ന് വരുന്ന ഒരു സീനുണ്ട്. ഒരു ബീഡി വലിച്ച് അവിടെ ഇരിക്കുന്ന ഒരു രംഗം നിങ്ങൾ ശരിക്കും കണ്ട് മനസ്സിലാക്കേണ്ടതാണ്. സിനിമയുടെ പേര് താഴ്വാരം എന്നാണ്. എങ്ങനെയാണ് ഇയാൾ പ്രതികാരം വീട്ടുന്നത് എന്നുള്ള ഒരു കഥയാണ്. ലാസ്റ്റ് നിമിഷം വരെ നമ്മളെ ബോറടിപ്പിക്കാതെ ആ ഒരു പിടിച്ചിരുത്തുന്ന ആ ഒരു മാജിക് ഇതിനകത്തുണ്ട്.